CA CMA CS ഇന്റർമീഡിയറ്റ് പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണിത്. ഈ വീഡിയോയുടെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ CA CMA CS ഒക്കെ പഠിക്കുന്ന കുട്ടികൾ എക്സാം എഴുതുന്ന ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ ഒരു 100 ആൾക്കാർ എക്സാം എഴുതിയാൽ മിക്കവാറും 20 ആൾക്കാർ എക്സാം ക്ലിയർ ആവും. ബാക്കിയുള്ള ആൾക്കാർ എക്സാം ഓൺ ആൻ ആവറേജ് പറഞ്ഞാണ് ഒരു പെർസെൻറ്റേജ് തൂക്കും. എന്ന് പറഞ്ഞാൽ എക്സാം ക്ലിയർ ആവുന്ന ആൾക്കാരെക്കാട്ടിയും കൂടുതൽ ആൾക്കാരാണ് എക്സാം ഫെയിൽ ആവുന്നത് അല്ലെങ്കിൽ ക്ലിയർ ആവാത്തത്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ കഴിഞ്ഞ ഈ ലോക്ക്ഡൗൺ പീരീഡ് തുടങ്ങിയത് മുതൽ പല നാട്ടിലുള്ള പല കുട്ടികളുമായിട്ട് സംവദിക്കാൻ പറ്റി. അപ്പോൾ പല രീതിയിലുള്ള ഡിസ്കഷൻ നടന്നു, അക്കാഡമിക് റിലേറ്റഡ് ടോപ്പിക്ക് നടന്നു, അവരുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ നടത്തി. അങ്ങനെ ഏകദേശം ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് എക്സാം ക്ലിയർ ആവാത്തത് എന്നുള്ള കാര്യം അന്വേഷിച്ചപ്പം അതിന് കുറച്ച് ഔട്ട്കം കിട്ടി. ആ ഔട്ട്കം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ എൻ്റെ നിരീക്ഷണങ്ങളും ഞാൻ ഈ പറഞ്ഞ കുട്ടികളായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനോട് യോജിക്കാം വിയോജിക്കാം, പക്ഷേ പ്രാക്ടിക്കലി പോസിബിലിറ്റി ഇല്ലാത്ത കുറേ കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ പ്രിപ്പറേഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എക്സാമിന് പ്രോപ്പറായിട്ട് എന്ത് കിട്ടാത്തതും പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാത്തതും. അപ്പോൾ ഇത് ഇത് എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പക്ഷേ ഇത് ഇപ്പോഴെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു തോന്നിവാസം ആവുന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ചങ്ങാതിമാർക്കും കൂടി എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക, കാണാൻ വേണ്ടി പറയുക. പഠിക്കുന്ന പ്രിപ്പറേഷൻ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. എനിവേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. എന്തുകൊണ്ട് CA CMA CS എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പരീക്ഷ പെട്ടെന്ന് പാസ്സാവാത്തത് അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ എക്സാം എന്തുകൊണ്ട് നോക്കുന്നു? അതിൽ 10 കാരണങ്ങൾ എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ ഞാനിപ്പോൾ തൽക്കാലം 2 കാര്യങ്ങൾ മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. കൂടുതൽ ആവശ്യമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു സിനാരിയോ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്ത് ഒരു ഇഷ്യൂ തന്നിട്ട് അതിനകത്ത് നിന്ന് 5ഓ 6ഓ സബ് ക്വസ്റ്റ്യനാണ് നമുക്ക് തരുന്നത് എങ്കിൽ നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത്, ആ ഒരു സംഭവത്തിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഈ തിയററ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ലോ ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ബൈഹാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്കൊരിക്കലും ഈ സിനാരിയോ വെച്ചിട്ട് ഉള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് 2 കാര്യങ്ങളാണ് മനസ്സിലായത്. ഒന്ന്, ലോ പഠിക്കുന്ന കുട്ടികൾക്ക് കാര്യങ്ങൾ അറിയാമെങ്കിലും അത് എഴുതാൻ പറ്റുന്നില്ല. ലോ കാണാപ്പാട് അറിയാം, നല്ല രീതിയിൽ അറിയാം, പക്ഷേ അത് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. കുറച്ച് ഭാഗം MCQ ആണെങ്കിലും ബാക്കിയുള്ള ഭാഗം ഡിസ്ക്രിപ്റ്റീവാണ്, അത് എഴുതാൻ പറ്റാത്ത ഒരു പ്രശ്നം. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ടാക്സ് പോലെയുള്ള സബ്ജക്റ്റ്, പ്രത്യേകിച്ച് ഇൻകം ടാക്സിലൊക്കെ ഒന്നിലധികം അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ 5ഓ 6ഓ കാര്യങ്ങൾ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എവിടെ തുടങ്ങണം, ഇത് എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെയ്യാൻ. അപ്പോൾ അതിന് എനിക്ക് കിട്ടിയ ഔട്ട്കം എന്ന് പറഞ്ഞാൽ 80% കുട്ടികളും പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം എല്ലാ ആൾക്കാരും പഠനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്കിലുള്ള കാര്യങ്ങൾ അതേപോലെ കട്ട് കോപ്പി പേസ്റ്റ് എന്നുള്ള രീതിയിൽ ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കാഴ്ചയെ കാണാൻ പറ്റിയത്. അപ്പോൾ അവിടെ 2 റിസ്ക്കാണ് ഉള്ളത്. നിങ്ങൾ ഒരു കാര്യം ബൈഹാർട്ട് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രശ്നം. ഒന്ന്, ഈ ബൈഹാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്ത് വെക്കണം, അത് കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. 2, ഈ ബൈഹാർട്ട് ചെയ്ത കാര്യങ്ങൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സാമിൻ്റെ ആൻസർ ഷീറ്റിൽ എന്ത് ചെയ്യണം, പ്രസൻറ്റ് ചെയ്യണം. ഈ 2 റിസ്ക്കും ഉണ്ട്. ഇതിനിടയിൽ എവിടെയെങ്കിലും ഒരു വാക്കോ ഒരു സെൻറ്റൻസോ നമ്മളെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയി കഴിഞ്ഞാൽ, മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു ഫ്ലോയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ CAയുടെയൊക്കെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, എല്ലാം ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. ഈ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ബൈഹാർട്ട് ചെയ്ത് വെച്ച അല്ലെങ്കിൽ കാണാപ്പാടം പഠിച്ച് വെച്ച പോയ കാര്യങ്ങൾ പ്രൊവിഷൻ അതേപോലെ എഴുതി വെച്ചാൽ നമുക്ക് എന്ത് കിട്ടില്ല, മാർക്ക് കിട്ടില്ല. അതിനൊന്ന് ലോജിക്കലി അനലൈസ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള വാക്കുകളിൽ അത് എഴുതി കൺവേ ചെയ്യാൻ പറ്റുമ്പോഴെന്ന് മാത്രമാണ് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, കിട്ടുക. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പോൾ അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രിപ്പറേഷൻ കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, എക്സാം ക്ലിയർ ആവാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യുന്ന രീതി എന്ത് ചെയ്യണം, ഒന്ന് മാറ്റണം. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ സ്റ്റഡി മെറ്റീരിയൽ എത്രത്തോളം ആൾക്കാർ വായിക്കുന്നുണ്ടെന്ന് അറിയില്ല. എന്നാലും ഞാൻ എൻ്റെ അന്വേഷണത്തിൽ എൻ്റെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ആൾക്കാരിൽ ഒരു 70 to 80% ആൾക്കാർ സ്റ്റഡി മെറ്റീരിയൽ ഇന്ന് വരെ വായിച്ച് നോക്കിയിട്ടില്ല. പ്രത്യേകിച്ച് ലോയുടെയും ടാക്സിൻ്റെയും ഒന്നും സ്റ്റഡി മെറ്റീരിയൽ എന്ത് ചെയ്തിട്ടില്ല, വായിച്ച് നോക്കിയിട്ടില്ല. ഒരു തവണ പോലും വായിച്ച് നോക്കാത്ത കുറേ കുട്ടികളുണ്ട്. അവർക്കും ഇത് തന്നെയാണ് പ്രശ്നം.
കാര്യങ്ങൾ അറിയാമെങ്കിലും, കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളൊക്കെ ആണെന്ന് അറിയാമെങ്കിലും അത് ചിലപ്പം എഴുതി ഫലിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതൊറ്റ കാരണമേ ഉള്ളൂ, നമുക്ക് കാര്യങ്ങൾ അറിയാമെങ്കിലും എഴുതണമെങ്കിൽ നമുക്ക് വൊക്കാബുലറി വേണം. നമുക്ക് വൊക്കാബുലറി ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വാസ്റ്റായിട്ട് എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ റീഡ് ചെയ്യാതെ ആരെങ്കിലും തരുന്ന, അത് ഫാക്കൾട്ടി ആയിക്കോട്ടെ, ഫാക്കൾട്ടിയൊക്കെ നല്ല ഉദ്ദേശം വെച്ചിട്ട് പ്രിൻറ്റഡ് നോട്ട്സൊക്കെ തരും, അത് നിങ്ങളെ പഠനത്തിൽ സഹായിക്കാനാണ്. അതൊരു സപ്ലിമെൻ്ററി ആണ്. പ്രൈമറി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽ നല്ലപോലെ വായിക്കുക, കുറച്ച് വൊക്കാബുലറി ഉണ്ടാക്കുക. നമുക്ക് വൊക്കാബുലറി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്ടായിട്ടുള്ള പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വെറും സ്റ്റഡി നോട്ടിനെ മാത്രം അല്ലെങ്കിൽ PDF നോട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ എക്സാം തോക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എക്സാം തോക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മളെ പ്രിപ്പറേഷൻ്റെ രീതിയാണ്. കാണാപ്പാടം പഠിച്ചുകൊണ്ട് ഈ ലോയും ടാക്സും ഇത്രയും പ്രൊവിഷൻസും അതേപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡൊക്കെ എല്ലാം കട്ട് കോപ്പി പേസ്റ്റ് ബുക്കിലുള്ള കാര്യം അതേപോലെ കാണാപ്പാടം പഠിച്ച് പരീക്ഷയ്ക്ക് പോയി എഴുതുക എന്നുള്ളത് നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് എന്തല്ല 100% ഗുണകരമായ കാര്യമല്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്യണം, അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാ കാര്യവും പേജ് ടു പേജ് പാരഗ്രാഫ് ടു പാരഗ്രാഫ് ബൈഹാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണവുമില്ല. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ ഒരു സ്റ്റഡി മെറ്റീരിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊവൈഡ് ചെയ്യുമ്പം അതൊന്ന് തവണ വായിച്ചു നോക്കാതെ അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാതെ വെറും ഒരു പ്രിൻറ്റഡ് നോട്ട്സിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ എക്സാം തോക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സ്റ്റഡി മെറ്റീരിയൽ ബേസ് ചെയ്തിട്ടാണ് മിക്കവാറും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതും വളരെ റെലവൻ്റ് ആണ്. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് നിങ്ങളുമായിട്ട് പറയാനുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഈ പഠന രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബന്ധപ്പെടാം, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഞാൻ പറയുന്ന കാര്യത്തോട് നിങ്ങൾക്ക് യോജിക്കാം. പക്ഷേ എക്സാമിന് നിങ്ങൾക്ക് എന്തുകൊണ്ട് തുടങ്ങാൻ പറ്റുന്നില്ല, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത് സോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് കോൺഫിഡൻസ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, ദെൻ എഴുതിയ ഉത്തരത്തിൽ നമുക്കൊരു വിശ്വാസമില്ല, ടൈം ബൗണ്ടഡായിട്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൻ്റെയൊക്കെ പ്രധാന കാര്യങ്ങൾ പ്രിപ്പറേഷനിലുള്ള പ്രശ്നങ്ങളാണ്. പ്രിപ്പറേഷനിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് എക്സാമിൻ്റെ ആൻസർ ഷീറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടത് ക്ലാസ്സുകൾ കുറേ അറ്റൻഡ് ചെയ്യലല്ല. ഒരു സബ്ജക്റ്റിന് 3-4 തവണ ക്ലാസ് അറ്റൻഡ് ചെയ്തത് കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടുമെന്നല്ലാതെ അത് എക്സാമിന് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ടൈമിനും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനും എന്തുള്ളൂ, റിട്ടേൺ കിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് ക്ലാസ്സുകൾ ഒരുപാട് ഫാക്കൾട്ടീസിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. രണ്ടാമത്, പ്രിപ്പറേഷൻ്റെ രീതികൾ മാറ്റുക, പ്രിപ്പറേഷൻ ചെയ്യുന്ന ടൈം ബൗണ്ടഡായിട്ട് കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നിങ്ങളുടെ റിസൾട്ടിൽ നല്ല മാറ്റം ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മെൻറ്ററിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, എനിവേ ബൈ.